ഹലോ നമസ്കാരം. എന്നോട് ചോദിച്ചിരിക്കുന്ന ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 2 3 4 1 2 3 4 അത് എങ്ങനെ വായിക്കും എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ നമ്മൾ ആദ്യം ജി എന്ന് തുടങ്ങുന്നല്ലേ. ഇത് ഒക്ടേവ് കീ ആണ്. ഇത് ഒക്ടേവ് കീ ആണ്. ഇത് പിടിക്കാതെയാണ് ജി സ്റ്റാർട്ട് ചെയ്യുന്നത്. വെറുതെ തമ്പ് റെസ്റ്റിൽ ഇങ്ങനെ വെച്ചുകൊണ്ടാണ് ഇത് പിടിക്കാതെയാണ് വായിക്കാൻ പോകുന്നത്. ഇത് 3 അമർത്തിക്കഴിഞ്ഞാൽ ജി. നമ്മളിപ്പോൾ വായിക്കാൻ പോകുന്ന ജി 2 3 4, A 2 3 4, B 2 3 4, C 2 3 4, D അല്ല, ഡിക്കല്ല, ഡി. അപ്പം ഒക്ടേവ് കീയും പിടിക്കണം. D 2 3 4, A ഒരെണ്ണം വിടണം. A 2 3 4 അല്ലേ. ഡി കഴിഞ്ഞിട്ട് ഇ ആണ്. ഡി 2 3 4, ഇ 2 3 4, എഫ് ഷാർപ്പ് നടുക്കത്ത് മാത്രം. എഫ് ഷാർപ്പ് 2 3 4, ജി 2 3 4, ജി ഇത് അറിയാമല്ലോ. ഡി മുതൽ ജി വരെ ഇത് പിടിക്കണം. മുകളിലത്തെ ജി ആണിത്. അപ്പം ജി 2 3 4, പിന്നെ താഴോട്ട് എഫ് ഷാർപ്പ് 2 3 4, ഇ 2 3 4, പിന്നെ ഡി 2 3 4, പിന്നെ ഒക്ടേവ് വിടണം. എന്നിട്ട് വേണം സി പിടിക്കാൻ. സി 2 3 4, ബി 2 3 4, എ 2 3 4, ജി 2 3 4. ഇതൊന്ന് ഞാൻ മെട്രോണത്തിൻ്റെ ടൈമിങ് 1 2 3 4 ഇട്ടൊന്ന് വായിച്ചു തരാം. നോക്കി, ഇതാണ് മെട്രോണത്തിൻ്റെ ശബ്ദം. ഓക്കെ, 1 2 3 4. അപ്പം ഇങ്ങനെയാണ് അത് വായിക്കേണ്ടത്. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് അത് വായിക്കേണ്ടത്. മനസ്സിലായി? ഇത് ജി, എ, ബി, സി, ഡി പിടിക്കുമ്പോൾ എല്ലാം കൂടി പിടിക്കുകയും വേണം. ഒക്ടേവ് കീയും പിടിക്കണം. ഡി, പിന്നെ ഇത് ഇ, ഇത് എഫ് ഷാർപ്പ്, ജി, ഇത് ജി മുകളിലത്തെ ജി, പിന്നെ താഴോട്ട് വരുമ്പം എഫ് ഷാർപ്പ്, ഇ, ഡി, അവിടെ വരെ ഒക്ടേവ് കീ പിടിക്കണം. പിന്നെ ഈ സി പിടിക്കുമ്പോൾ ഒക്ടേവ് കീ പിടിക്കണ്ട. സി, ബി, എ, ജി. ആരോഹണം അവരോഹണമാണ് ഇപ്പോൾ വായിച്ചത്. അസെൻഡിങ് ആൻഡ് ഡിസെൻഡിങ്. ഇപ്പം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.